ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളപ്പോൾ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞു, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ കുറേ ഷോർട്സ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചില്ലല്ലോ. അപ്പോൾ എൻ്റെ അന്നത്തെ ആ സമയങ്ങളിലെ ഡേയ്സ് എങ്ങനെയായിരുന്നെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ ഫ്രഷായിട്ട് വെളുപ്പിന് 4 മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എനിക്ക് ദേവിയുടെ പാട്ടൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് വേണം ഉണരാൻ. എനിക്ക് ഭയങ്കര പോസിറ്റീവാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൗണ്ടിലിട്ടാണ് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിട്ടപ്പോഴത്തേന് കുട്ടികളും അപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെടിക്കൊക്കെ മോള് വെള്ളം ഒഴിച്ചോളാമെന്ന് പറഞ്ഞ് മോൾ ആ ജോലിയെല്ലാം ഏറ്റെടുത്ത്. അതല്ലെങ്കിൽ ആ സമയത്ത് എന്നിട്ട് ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് ഒരു ഫ്രഷ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ മുറ്റത്തിറങ്ങി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ട് അതിന്ന്. അപ്പം ഇന്ന് മോള് ഇന്നും അമ്മയല്ലേ, അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പം സന്തോഷത്തോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഇവരാണ് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇന്നും പോകുന്നുണ്ട്, കുറേ എണ്ണം കൂടെ വാങ്ങുന്നുണ്ട്. ഇപ്പം ഇഷ്ടമാണ് ഗാർഡനിങ് അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്, നമുക്ക് വഴിയെ കാണാവേ. അപ്പം ഞാനും ഏട്ടനും പോയിട്ട് കുറേ ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും പോയിട്ട്. അപ്പം അവിടെ നല്ല മണ്ണ് കുറേ ഉണ്ടായിരുന്നു. അപ്പം മണ്ണ് നിറയ്ക്കുകയാണ് ചെടിച്ചട്ടിയിൽ. പിന്നെ ഞാനിവിടെ എല്ലാം തൂത്തുവാരി കുറച്ച് തീ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞതിൽ സഹായിക്കാൻ വന്നിക്കുക. ഞാൻ തെര് നോക്കുന്നുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട് സഹായിക്കാനെന്നും പറഞ്ഞ് തീയുടെ അടുത്തൊക്കെ വന്ന് നിന്നാലേ വല്ലതും ഒപ്പിക്കുമോയെന്ന്. കുറേ അധികം ചെടിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിലെല്ലാം മണ്ണൊക്കെ നിറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്യുക. റോസ് എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ കളറും റോസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വീണ്ടും പോയി ചെടിച്ചട്ടിക്ക് ഇനിയും പോവും. ഇപ്പം ഇഷ്ടമാണ്. കുറേ അധികം ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റോസ് പല ടൈപ്പുണ്ട്. യെല്ലോ കളറ്, യെല്ലോ കളറ്, പിങ്ക്, പർപ്പിള്, റെഡ്, പീച്ച് കളറ്, അങ്ങനെ ഒരുപാട് തരം. ഇത് നമ്മളുടെ ഫിഷ് മുട്ടയാണെന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ഇതങ്ങനെ എനിക്കറിയത്തില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇതിൻ്റെ പേരെന്താണ്, എന്തോ ഒരു പേര് പറയുന്നുണ്ട് ഈ ഫിഷ്. നല്ലൊരു വാലൊക്കെ അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഫിഷാണ്. മുട്ടയിട്ടയാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കാണിച്ചു അവർ. അതേന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. തിരക്കാണ് ഗൈസ്, ഇപ്പോൾ ഫുൾ ടൈം തിരക്കാണ്. അങ്ങനെ ദക്ഷിണയും കുഞ്ഞും സംസാരിച്ചിരുന്ന ഭക്ഷണം ഞങ്ങൾ 4 പേരും ഒന്നിച്ചെടുത്ത്. അവരും തനിയെ വാരിയൊക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ അധിക സമയമൊന്നും ഇരിക്കത്തില്ല, വാരി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അവരും വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങളിപ്പോൾ ഹാപ്പിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതിന് ശേഷം കരോളുകാരുടെ തിരക്ക്. വൈകിട്ടൊരു 3-4 ഗ്രൂപ്പ് കരോളുകാർ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്, അവരെ കാണാൻ ഇഷ്ടമാണ്. കൊച്ചു കുട്ടികളൊക്കെ ആയിരിക്കും മിക്കപ്പോഴും വരുന്നത്. ഞാനതൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കറിവേപ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു മരം. അപ്പോൾ എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, ഇനി അതെല്ലാം അടുത്ത് വെക്കണം. വൈകിട്ട് ഞങ്ങൾ പോയി കുറേ ചെടിയായിട്ട് വാങ്ങിച്ചിട്ട് വന്ന്, ചട്ടിയിൽ ചെടിയായിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു ഫ്ലവറുണ്ട്, കാണിക്കാവേ. ഇതേണ്ടത്, അത് നമ്മളിപ്പോൾ കുറച്ചെണ്ണം അധികം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടമാണ്, നല്ല രസമാണ് അത്. ഞാനത് കടയിൽ കണ്ടപ്പോഴേ എന്നത് ചോദിച്ചു, പ്ലാസ്റ്റിക് പൂവാണോ എന്ന് ചോദിച്ച്. കറക്റ്റ് പ്ലാസ്റ്റിക് പൂ ഇരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കറി വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അല്ലേ, കുറച്ചധികം സാധനങ്ങൾ വാങ്ങി വെക്കാമെന്ന് വെച്ചിട്ട്
ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ വീഡിയോ ആണ്. 2 ദിവസം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു സമയങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് ഷോപ്പിംഗ്. ഞാൻ എപ്പോൾ കയറിയാലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം വാങ്ങും. അവരത് പ്രതീക്ഷിക്കും. അവർക്ക് ഇഷ്ടമാണ് നമ്മൾ പോയിട്ട് വരുമ്പോൾ കളിപ്പാട്ടം കൊണ്ടുവരുമെന്ന്. സർപ്രൈസ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 2 പേർക്കും. ഞാൻ കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡയറ്റ് പാതി വഴിക്ക് മുടങ്ങി നിൽക്കുന്ന കാരണം അങ്ങോട്ട് ഒന്നും ഫിറ്റ് ആ ഒരു വിഷയത്തിൽ. പിന്നെ അവർക്ക് കുറേ ബനിയനും അങ്ങനെ കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിനൊക്കെ പോകണ്ടേ, അപ്പോൾ ഇടണ്ടേ, അങ്ങനെ. ഏട്ടന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഷോപ്പിങ്ങിന് കൂടെ കയറുന്നതേ താല്പര്യമില്ല. 1-2 മണിക്കൂർ പോകുമെന്നറിയാം. പിന്നെ വളരെ മടിച്ചാണ് വന്നിരിക്കുന്നത്. ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, എൻ്റെ അടുത്ത് കുറേ ചോക്ലേറ്റൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ദക്ഷിണയ്ക്ക് ഭക്ഷണത്തിലും കൂടുതൽ ഇങ്ങനെ ചോക്ലേറ്റ് കഴിക്കുന്നത് ഇഷ്ടം. മത്തി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിപ്പോൾ ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ആർക്കും അങ്ങനെ ഫിഷ് വലിയ ഇഷ്ടമില്ല. മോൾക്ക് മാത്രമേ ഉള്ളൂ ഫിഷ് ഇഷ്ടം. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഞാനിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവററ്റായ ക്യാരറ്റ് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വന്നിട്ട് കട്ട് ചെയ്ത് കഴിച്ചു. കുഞ്ഞപ്പനൊപ്പം കിൻഡർ ജോയ് വേണം. ഈ കിൻഡർ ജോയുടെ കളിപ്പാട്ടങ്ങൾ കളക്ഷൻ എന്ന് വെച്ചാൽ എനിക്കും ഇഷ്ടമാണ്. എനിക്ക് ഇവരെക്കാളും ഇഷ്ടമാണ്. ഏട്ടനോട് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇവരെക്കാളും ഇഷ്ടമാണ് ഇതിൽ ഗിഫ്റ്റ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിച്ച് കൊണ്ടുകൊടുത്തിട്ട് ഞാൻ ആദ്യമേ നോക്കിയിരിക്കും. ഞാൻ വന്നിട്ട് പറയും, അവർ ആ ചോക്ലേറ്റ് എടുക്കുന്ന സമയം പറയും, ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ചോട്ടെ. ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ അത് സെറ്റ് ചെയ്യണ്ടേ. അതിന് സർപ്രൈസായിട്ടൊക്കെ വെക്കും. പക്ഷേ എനിക്കൊരു ക്ഷമയില്ല. പൊട്ടിച്ച് കാണിക്കാമെന്ന് ചോദിച്ചിട്ട് നിൽക്കും. പിന്നെ പടക്കങ്ങൾ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു പടക്ക ഐറ്റം കുറവ് മതി, ഇവരായതുകൊണ്ട് ഇവർക്ക് പൊട്ടിക്കണമെന്ന് പറയും. അപ്പം ബാക്കി എന്താ പറയണ്ടേ, ഇത് ചിലപ്പം കുഞ്ഞ്. ഓക്കെ. വീണ്ടും ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി അതെല്ലാം വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് എപ്പോഴും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാം അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമല്ലേ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം വേഗം എടുത്തിട്ട് വേഗം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴിമന്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കുഴിമന്തി. അപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാന്താക്ലോസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് 2 പേരും ഭയങ്കര വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എൻ്റെ ടേസ്റ്റി കുഴിമന്തി ഞാൻ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഭയങ്കര ഡയറ്റിലുമാണ്. കുഴിമന്തി ഒഴിവാക്കാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ പടക്കംപൊട്ടിയിലോട്ടൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടക്കംപൊട്ടിയിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സാന്താക്ലോസ് മത്സരിച്ച് ഒരു ഗ്രൂപ്പ് ഗേറ്റിന് വെളിയിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് സാന്താക്ലോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, കുട്ടികൾക്ക് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് സാന്താക്ലോസിനെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാന്ത എന്നിട്ട് 2 പേർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പേരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ആ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചാണ്, സാന്തയെ പ്രതീക്ഷിച്ചവർ നിന്ന് തന്നെ. എന്നിട്ട് ഞങ്ങൾ വൈകിട്ടൊന്ന് റൗണ്ട് അടിക്കാൻ, ക്രിസ്മസൊക്കെ ഒന്ന് കാണാൻ എല്ലായിടത്തെയും. ക്രിസ്മസിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണിത്. 24-ാം തീയതി
ഞങ്ങളപ്പോൾ പുറത്ത് പോയി എല്ലായിടത്തെയും ക്രിസ്മസ് ആഘോഷം, ലൈറ്റിങ്, പടക്കം പൊട്ടിക്കുന്നത്, എല്ലാവരുടെയും ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് ആസ്വദിച്ച് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ഇതാ ഒരു സാന്താക്ലോസ് ഗ്രൂപ്പ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചിരിക്കുകയാണ്. കുട്ടികൾ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഓക്കെ, ബൈ ബൈ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. കുഞ്ഞ് സന്ധ്യ നോക്കുന്നുണ്ട്. ആദ്യമേ കുഞ്ഞിലെയൊക്കെ പേടിയായിരുന്നു.